ഹായ് എവരിവൺ, ഏവർക്കും ട്രാപ്ഡ് മല്ലുവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ നിറയെ കമൻറ്റ് വന്നിരുന്നു, ഫിബൊനാച്ചി എങ്ങനെ യൂസ് ചെയ്യണം, ഫിബൊനാച്ചി യൂസ് ചെയ്യണതിൽ കൺഫ്യൂഷൻ ഉണ്ട്. ഓക്കെ, ഫിബൊനാച്ചി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു സെറ്റപ്പോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല. ഫിബൊനാച്ചി എന്ന് പറയുന്നത് നമ്മുടെ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻഡിവിജ്വൽസ് നമുക്കത് നമ്മുടെ രീതിയിൽ വേറൊരാൾ രീതിയിൽ ഓരോ യൂട്യൂബേഴ്സിനും ഓരോ രീതിയിൽ വലിയ വലിയ ട്രേഡേഴ്സിന് അവരവരുടെ രീതിയിലാണ് ഫിബൊനാച്ചി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ രീതിയിലുള്ള സെറ്റപ്പും എൻ്റെ റിസ്ക് റിവാർഡിനനുസരിച്ചുള്ള സെറ്റപ്പാണ്. ഓക്കെ, അവിടെ ഇത് ഞാൻ പറയുന്നത് തന്നെ നടക്കണം എന്നില്ല. ഇതിനകത്ത് വിന്നിങ് സ്ട്രാറ്റജി 7 തൊട്ട് 8 ട്രേഡിൽ എനിക്ക് കിട്ടാറുണ്ട്. 1-2 വട്ടം ഇത് സ്റ്റോപ്പ് ലോസ് കിട്ടാറുണ്ട്. ഇത് 100% ഒരിക്കലും സ്ട്രാറ്റജി വർക്കാകില്ല. ഈ സ്ട്രാറ്റജി എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം ഇത് വർക്കാകത്തില്ല. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ സെറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്തതിന് മാത്രം ഇത് നിങ്ങളുടെ ട്രേഡിങ്ങിനായിട്ട് കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫിബൊനാച്ചി എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് നമ്മൾ മാക്സിമം അതിൻ്റെ കുറച്ച് ലെവൽസ് ഉണ്ട്. 23%, 38%, 50%, 61 പോയിൻറ്റ്, അങ്ങനെ പല പല ലെവൽസ് ഉണ്ട്. സോ നമ്മൾ അത്ര ക്രിറ്റിക്കലായിട്ടുള്ള ഇതിലൊന്നും പോകുന്നില്ല. നമ്മൾ ഒരു ട്രെൻഡിനെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുക, ഒരു ട്രെൻഡിൻ ഡേയിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രെൻഡിൻ ഡേയിൽ മാർക്കറ്റിനെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, നമുക്ക് ആദ്യമേ എങ്ങനെ ഫിബൊനാച്ചി യൂസ് ചെയ്യണമെന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, ഇതിപ്പോൾ 1 ഡേ ചാർട്ടാണ് എടുത്തേക്കുന്നത്. 1 ഡേ ചാർട്ടിൽ ഒരു പൊസിഷണൽ ട്രേഡറാണ്. ഓക്കെ, അവർക്ക് മുന്നോട്ട് മാസങ്ങൾക്ക് ശേഷം ഇത്ര അത് വാങ്ങണം, സ്റ്റോക്സ് വാങ്ങി പോകണം, അല്ലെങ്കിൽ പിന്നെ ഫ്യൂച്ചേഴ്സ് വാങ്ങണം, അത് അങ്ങനെ പല ഒരു പൊസിഷനായിട്ട് കൊണ്ടുപോകുന്ന ട്രേഡേഴ്സ് ഉണ്ടല്ലോ. അവരെങ്ങനെയാണ് ഫിബൊനാച്ചി യൂസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ മാർക്കറ്റ് ഇവിടെ നിന്നാണ് കണ്ടിന്യൂ മുകളിലോട്ട് പോയത്. അപ്പോൾ ഈ ഹൈ ടു ഈ ലോ ടു ഈ ഹൈ മാർക്ക് ചെയ്യുമ്പോൾ മാർക്കറ്റ് എക്സാക്റ്റ് ഇത് ഞാൻ പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് സെയിം ആസ് ഇൻട്രാഡേയിലും ഇതേപോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ ഡേ ചാർട്ടിൽ കാണിച്ചു തന്നത് എക്സാക്റ്റ് 38% കുറച്ച് ടൈം പാസ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ അതിൻ്റെ വഴിക്കങ്ങ് മുകളിലോട്ട് പോയി. ഓക്കെ, അപ്പോൾ ഞാനിത് നമ്മുടെ റിയൽ ലൈഫിലോട്ട് ഒന്ന് കണക്ട് ചെയ്തുകൊണ്ട് പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് ധനുഷ്കോടിക്ക് പോകണം. ഓക്കെ, ധനുഷ്കോടിക്ക് പോകാനായിട്ട് ഞാൻ എൻ്റെ ബൈക്കിൽ ട്രാവൽ ചെയ്യാനായിട്ടാണ് വിചാരിക്കുന്നത്. എല്ലാവരും ഉണ്ടല്ലോ, മറ്റേ ദുൽഖർ സൽമാൻ സിനിമയും കണ്ടല്ലോ, ബുള്ളറ്റ് കണ്ട് ആ ബുള്ളറ്റിനകത്ത് ചാടിക്കറിയിലോ ഓൾ ഇന്ത്യ കറങ്ങാൻ പോയത്, അത് കണ്ടിട്ടാണ് ധനുഷ്കോടി പോയത്. ഓക്കെ, അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ധനുഷ്കോടിക്ക് ഏകദേശം നിയർലി 450 കിലോമീറ്റർ പ്ലസ് ദൂരമുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ എന്താണ് ചെയ്തത്? ഞാൻ അതിരാവിലെ ഏകദേശം 2 മണി 3 മണിക്ക് തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും ബൈക്കുമായിട്ട് ഇറങ്ങി. ഓക്കെ, എൻ്റെ വീട് ഇത് ധനുഷ്കോടി. അപ്പോൾ എനിക്ക് ഇവിടുന്ന് ഇത്രയും ദൂരം സഞ്ചരിക്കണം. ഓക്കെ, എനിക്ക് ഇത്രയും ദൂരം സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് അതിരാവിലെ ഇറങ്ങും. അപ്പോൾ 10-12 മണിക്കൂർ എനിക്ക് ട്രാവൽ ചെയ്യാനുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് ഇവിടം വരെ 12 മണിക്കൂർ ട്രാവൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടുന്ന് ഇവിടം വരെ പോകണം 12 മണിക്ക് ട്രാവൽ ചെയ്യണം. ഞാൻ പതുക്കെ എഴുന്നേറ്റ് ഒരു 8 മണിക്ക് 10 മണിക്ക് എഴുന്നേറ്റ് പതുക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇവിടം വരെ ഈ ദൂരം കവർ ചെയ്യാൻ പറ്റത്തില്ല, ടൈമിന് എത്താൻ പറ്റത്തില്ല. എനിക്ക് എത്തണമായിരുന്നു വൈകിട്ട് ഒരു 6-7 മണിക്ക് ഇരുട്ടാവുന്നതിന് മുന്നേ എനിക്ക് എത്തണം. സോ ഞാൻ അതിരാവിലെ ഇറങ്ങി. അതിരാവിലെ എനിക്ക് ഇവിടുന്ന് തന്നെ 3 മണി 4 മണിക്കൊക്കെ ഞാൻ ഇറങ്ങി ബൈക്ക് എടുത്ത് യാത്ര ചെയ്യും. ഓക്കെ, സെയിം മാർക്കറ്റ് ഇത്രയേ ഉള്ളൂ. മാർക്കറ്റിന് ഒരു ദൂരം പോകണമെന്നുണ്ടെങ്കിൽ ഓക്കെ, അതൊരിക്കലും അത് ട്രാവൽ ചെയ്ത് വന്ന ദൂരത്തിൻ്റെ 50% അല്ലെങ്കിൽ അധിക നേരം ഒരു സ്ഥലത്ത് ടൈം പാസ് ചെയ്യില്ല. അതായത് ഇവിടെ നിന്ന് മാർക്കറ്റ് വന്ന് ഇത്രയും ദൂരം അതൊരിക്കലും അതിൻ്റെ 50% വന്ന് ഇവിടെ ഞാൻ ടൈം പാസ് ചെയ്യാം. ഞാൻ ഇവിടെ നിന്ന് കുറച്ച് നേരം ടൈം പാസ് ചെയ്ത് 1-2 ഇവിടെ ഒരു സപ്പോർട്ടും റെസിസ്റ്റൻസും ഒരു W പാറ്റേണും ഒരു ഹെഡ് ആൻഡ് ഷോൾഡറും ഇതൊക്കെ ഉണ്ടാക്കിയിട്ടേ ഞാൻ പോവുള്ളൂ. ഇങ്ങനെ വിചാരിച്ചിരിക്കത്തില്ല. മാർക്കറ്റിന് ഒരു ദൂരം പോകണമെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ആദ്യത്തെ മണിക്കൂറിലെ യാത്ര ചെയ്യും. നിങ്ങൾ എപ്പോഴും നോട്ട് ചെയ്യേണ്ട പോയിൻ്റാണ്. ഓക്കെ, ഇത് നിങ്ങൾ ഒരു യൂട്യൂബിലും നിങ്ങൾക്ക് പെയ്ഡ് കോഴ്സ് തരുന്ന ഒരാളും ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. എങ്ങനെ മാർക്കറ്റിൽ ഐഡൻറ്റിഫൈ ചെയ്യണം, മാർക്കറ്റിനെ എങ്ങനെ വാച്ച് ചെയ്യണം, അത് ട്രെൻഡിങ് ഡേയിൽ എങ്ങനെ എൻട്രി എടുക്കണം, ഇതൊന്നും ആരും പറഞ്ഞു തരാത്ത കാര്യങ്ങളാണ്. സോ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഫിബൊനാച്ചിയുടെ ലെവലിനെ കുറച്ചും കൂടി എന്താ പറയുക എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഓക്കെ, മാർക്കറ്റ് ഇവിടെ നിന്ന് ഇത്രയും ദൂരം പോയി തിരിച്ച് ഇത്രയും ദൂരം വന്ന് ഇവിടെ ടൈം പാസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ മാർക്കറ്റിന് മുകളിലോട്ട് പോകാൻ താല്പര്യമില്ല. പിന്നെ നമുക്ക് ഇവിടുന്ന് ഷോർട്ടിങ് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അതിനൊപ്പം തന്നെ മാർക്കറ്റ് വലിയ ഒരു റാലി, അതിനുശേഷം ചെറിയ പുൾ ബാക്ക്, വലിയ റാലി, ചെറിയ പുൾ ബാക്ക്. നമ്മൾ ഈ പുൾ ബാക്ക് ഇവിടങ്ങളിൽ നിന്നും ഇത് പോകുന്നില്ല. ഈ റാലിയാണ് ക്യാച്ച് ചെയ്യേണ്ടത്. നമുക്ക് ഇവിടെയേ ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഒരിക്കലും നമുക്ക് മാർക്കറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല കറക്റ്റായിട്ട്. നമ്മുടെ ലെവൽസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഒരു എന്താ പറയുക വ്യൂ അനുസരിച്ച് മാത്രമേ, നമ്മുടെ ലോജിക്ക് അനുസരിച്ച് മാത്രമേ ട്രേഡ് ചെയ്യുന്നത്. മാർക്കറ്റിൽ എന്ത് സംഭവിക്കാം? മാർക്കറ്റ് ഇത്രയും ദൂരം പോകാം, അത്രയും ദൂരം തന്നെ തിരിച്ചു വരാം, പിന്നെ അത്രയും ദൂരം പോകാം, ഇത്രയും ദൂരം തന്നെ തിരിച്ചു വരാം. മാർക്കറ്റ് എന്ത് സംഭവിക്കും? പക്ഷേ നമ്മൾ എടുക്കുന്ന ട്രേഡിനകത്ത് ലോജിക്ക് ഉണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂൾ മാത്രമാണ് ഫിബൊനാച്ചി. ഓക്കെ, അതിനകത്ത് ഞാൻ ഇങ്ങനെയായിരിക്കും യൂസ് ചെയ്യുന്നത്, വേറൊരു ട്രേഡർ വേറൊരു തരത്തിലായിരിക്കും യൂസ് ചെയ്യുന്നത്. അത് പല രീതിക്കാണ്. ഓക്കെ, നമ്മൾ ഈ ഒരു ഡേറ്റ കണ്ടു, ഒരു ഓവറോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ 23 + 38% ഇന്ന് നോക്കുന്നത് ഇൻട്രാഡേയിൽ. ഓക്കെ, നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലോട്ടൊന്ന് നോക്കാം. ഓക്കെ, ഇതിനായിട്ട് ചെറിയൊരു 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ വരാം. ഓക്കെ, ഞാൻ കുറച്ച് കൊടികളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഈ നീല കളറിലൊക്കെ ഉണ്ടെന്ന് പേടിക്കേണ്ട. ഇത് ജസ്റ്റ് ഞാൻ മാർക്ക് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഈ ഒരു ദിവസം മാർക്കറ്റ് കണ്ടിന്യൂ ഇവിടെ നിന്നാണ് താഴത്ത് പോയത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഹൈ ടു ഈ ലോ അപ്പോൾ നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മാർക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റ് എവിടെയാണ് റെസ്പെക്റ്റ് ചെയ്തതെന്ന് നോക്കുക.
ഒന്ന് സൂം ചെയ്യാം. ഓക്കെ. ഈ ഹൈറ്റ് ഈ ലോയാണ്. മാർക്കറ്റ് അതിനെ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ 23 അല്ലെങ്കിൽ 38% റിവേഴ്സായി പോകണം. അല്ലാതെ ഈ 50% വന്നിട്ട് ഞാനിവിടെ ഒരു ഇൻവെർട്ടർ ഹെഡ് ആൻഡ് ഷോൾഡർ ഉണ്ടാക്കി മേളിൽ പോയി പിന്നെ താഴത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കില്ല. ഓക്കെ, അത് ഒരു ട്രാപ്പാണ്. ഓക്കെ, അതിനനുസരിച്ച് ട്രാപ്പ് ട്രേഡിംഗാണ് നമ്മുടെ മെയിൻ. അതിനൊപ്പം തന്നെ ട്രെൻഡിൻ്റെയിൽ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഓക്കെ, അപ്പം എക്സാക്റ്റ് മാർക്കറ്റ് ഇവിടെ റെസ്പെക്ട് ചെയ്ത് നോക്കി, ഇവിടുന്ന് ഒരു ബൈ ചെയ്യുന്നു. എക്സാക്റ്റ് ഇവിടെ 23%. ഇതേപോലെ തന്നെ നിറയെ സെല്ലേഴ്സ് ആദ്യമേ സെല്ല് ചെയ്യും. റീറ്റെയിൽ ആയിട്ടുള്ള സെല്ലേഴ്സ് ആദ്യം എന്ത് ചെയ്യണം, ഫിബൊനാച്ചി ഇവിടെ തൊട്ട് ഇവിടെ വരെ ഫിബൊനാച്ചി ഇടും. എക്സാക്റ്റ് 23% ആദ്യം സെല്ല് ചെയ്യും, പിന്നെ 38% സെല്ല് ചെയ്യും, പിന്നെ സെല്ല് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ അതേപോലെ സെല്ല് ചെയ്യത്തില്ല. നമ്മൾ ഓരോരോ പുൾ ബാക്കിനകത്ത് എൻട്രി ചെയ്യും. ആദ്യം സെല്ല് ചെയ്യുന്നവരെ മാർക്കറ്റ് മേ ബി ഒന്ന് റിമൂവ് ചെയ്യാം ക്വിക്ക്, അതിനുശേഷം താഴ്ത്ത് വരുന്നത്. സോ നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഏകദേശം ഒരു അറ്റ്ലീസ്റ്റ് അരമണിക്കൂറെങ്കിലും, ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ 1-2 വട്ടം പുൾ ബാക്ക് തരട്ടെ. അത് ഒരു വട്ടം പോയി താഴ്ത്ത് വന്ന്, ഒരു വട്ടം പോയി താഴ്ത്ത് വരട്ടെ. നമ്മൾ ഈ ഏരിയയിൽ വേണം എൻട്രി എടുക്കാൻ. ഓക്കെ, നമ്മുടെ എൻട്രി ഇവിടെ ആയിരിക്കണം, ഈ ഏരിയയിൽ എൻട്രി എടുക്കണം നമ്മൾ. ഓക്കെ, ഈ ഒരു 30% ഒന്ന് ക്രോസ് ചെയ്തതിന് ശേഷം താഴ്ത്ത് വരത്തില്ല. ആ താഴ്ത്ത് വരാൻ നേരത്ത് നമ്മുടെ എൻട്രി ചെറിയ വലിയ പോയിന്റ് ഇതൊന്നും കൊടുക്കേണ്ട. നമ്മൾ മാക്സിമം നമ്മൾ കൊടുക്കേണ്ടത് എത്രയെന്ന് അറിയോ? 35 പോയിൻ്റാണ് പ്രീമിയം കൊടുക്കേണ്ടത്. അതായത് ഒരു 50 പോയിൻ്റ് പ്രീമിയം ഒക്കെ കൊടുത്താൽ മതി. അപ്പോൾ പ്രീമിയം കൊടുത്തതിന് ശേഷമുള്ള റിസൾട്ട് ഒന്ന് നമുക്ക് നോക്കാം എന്താണ് സംഭവിച്ചതെന്ന്. ഓക്കെ, എത്ര പോയിൻറ്റ്? ഈ ഒരൊറ്റ ട്രേഡ് കൊണ്ട് തന്നെ ഫിബ് യൂസ് ചെയ്യുന്ന ഒരാൾക്കാണ് 700+ പോയിൻറ്റ് നമുക്കിവിടെ ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്താണ്, ഇതിനകത്ത് വലിയ റോക്കറ്റ് സയൻസോ അല്ലെങ്കിൽ ഞാൻ ഇതിനകത്ത് 28 ഇൻഡിക്കേറ്റർ, ഇവിടുന്ന് ബൈ, ഇവിടുന്ന് സെൽ, കുറേ കളർ ഇങ്ങനെ മഴവിൽ പോലെ അവിടെ നിന്ന് ഇങ്ങോട്ട്, ഇവിടെ നിന്ന് അങ്ങോട്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട്, എന്നിട്ട് ഇതിനകത്ത് കുറേ കുത്ത് മൊത്തം കുത്ത്. എന്താണ് സ്ക്രീൻ കണ്ടിട്ടൊന്നും മനസ്സിലാകത്തില്ല ഇതെന്ത് സംഭവമാണ്. എന്നിട്ട് അതിനകത്ത് പറയും ഇത് ഇസ് ആൽഗോ ട്രേഡർ, സി ട്രേഡർ, ബോട്ട് ട്രേഡർ, ടി ട്രേഡർ, വി ട്രേഡർ, ഡബ്ല്യു ട്രേഡർ. ഈ കോഴ്സൊക്കെ പഠിപ്പിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ട് നിരവധി. അദ്ദേഹം വാങ്ങുന്ന 10,000, 20,000, 30,000 രൂപയൊക്കെ. അതിനകത്ത് പഠിപ്പിക്കുന്നത് എന്താ, മൾട്ടിപ്പിൾ ടച്ച്, ഇവിടുന്ന് ഒരു റിസർവ് ഇങ്ങനെ ടച്ച് ചെയ്യണമെങ്കിൽ ബ്രേക്ക് ഔട്ടിൽ ചാടിക്കയറും. ഇതൊക്കെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. സോ നമ്മൾ അതേപോലെയുള്ള കോഴ്സ് വിൽക്കുന്ന സുഹൃത്തുക്കളുടെ വലയിൽ വീഴാതെ ഇൻഡിവിജ്വൽ ട്രേഡറാണ്. ഓക്കെ, നമുക്ക് വേറൊരു ഉദാഹരണം നോക്കാം. ഓക്കെ, ജസ്റ്റ് ഇവിടെ ഒരു കൊടി കഴിഞ്ഞു, രണ്ടാമത്തെ കൊടിയിലോട്ട് വരാം. ഓക്കെ, യെസ്. ഈ ഒരു മൂവ് മാർക്കറ്റ് ഇവിടുന്ന് ഇവിടം വരെ ട്രാവൽ ചെയ്തു. എക്സാക്റ്റ് ഇവിടെ വന്നതിന് ശേഷം കണ്ടിന്യൂ മൂവ് ആയില്ല. ഈ മൂവ് നമുക്ക് എങ്ങനെ ക്യാച്ച് ചെയ്യാൻ പറ്റും? അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫിബ് യൂസ് ചെയ്യുക. ഫിബ് ഈ ലോ ടു ഈ ഹൈ. ഓക്കെ, മാർക്കറ്റ് ഏത് ഫിബൊനാച്ചി ലെവലിലാണ് വന്നത് നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക. ഫിബൊനാച്ചി ഈ മൂവ് ഇവിടെ നിന്ന് വന്ന് എക്സാക്റ്റ് 50% വന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മാർക്കറ്റ് എപ്പോഴും 23% ബൈ ചെയ്യുന്നവർ ആദ്യം റിമൂവ് ചെയ്യും, 38% ആദ്യം ബൈ ചെയ്യുന്നവർ റിമൂവ് ചെയ്യും. അതിനുശേഷമാണ് അതിനുള്ള പുൾ ബാക്സ്, അവിടെയാണ് നമ്മൾ എൻട്രി വരേണ്ടത്. ഓക്കെ, ഏറ്റവും പോയിന്റ് ശ്രദ്ധിക്കേണ്ടത് മാർക്കറ്റിൽ 90% വെയിറ്റിങ്ങും 10% നമ്മുടെ അനാലിസിസുമാണ് വർക്കാവുന്നത്. ഓക്കെ, സോ നമ്മുടെ 10% അനാലിസിസ് നമ്മൾ ഓൾറെഡി അനാലിസിസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ വെയിറ്റ് ചെയ്യണം നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എക്സാക്റ്റ് മാർക്കറ്റ് 50% വന്ന് ഇവിടെ വന്ന് ടൈം പാസ് ചെയ്തു, ഇവിടെ വന്നൊരു ഡബ്ല്യു പാറ്റേൺ ഉണ്ടാക്കിയോ, അല്ലെങ്കിൽ ഇവിടെ വന്നൊരു ഇൻവെർട്ടർ ഹെഡ് ആൻഡ് ഷോൾഡർ ഉണ്ടാക്കി, ഇങ്ങനെയുള്ള പാറ്റേൺസ് എന്തെങ്കിലും ഉണ്ടാക്കിയോ? ഇല്ല, ഇവിടെ ഒരിക്കലും മാർക്കറ്റ് ഉണ്ട്. ആ 50% വന്നെങ്കിൽ ക്വിക്ക് മൂവ് ആയിരിക്കും. ആ ക്വിക്ക് മൂവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. നമ്മൾ ഓൾറെഡി ഇവിടെ 38% വേണ്ടി കാത്തു നിന്നു. പുൾ ബാക്ക് ഒന്ന് വന്ന് സപ്പോർട്ട് എടുത്തു. പിന്നെയും ഈ സപ്പോർട്ട് എടുത്ത ബയേഴ്സിനെ ആദ്യം ഒന്ന് റിമൂവ് ചെയ്യും. വീക്കായിട്ടുള്ള ബയേഴ്സ് അല്ലെങ്കിൽ സെല്ലേഴ്സിനെ ആദ്യം മാർക്കറ്റ് റിമൂവ് ചെയ്തിട്ട് മാത്രമേ മുന്നോട്ട് പോകും. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് എക്സാക്റ്റ് നമുക്ക് നമ്മുടെ പൊസിഷൻ ഇവിടെയാണ് വരേണ്ടത്. ഇതിപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ആഫ്റ്റർ മാർക്കറ്റിൽ ഇതെന്തും പറയാം, അപ്പോൾ ഇത് ലൈവ് മാർക്കറ്റിലൊന്നും ചെയ്ത് കാണിച്ചുകൂടെ? ഇതായിരിക്കും ഇതിനകത്ത് കമൻറ്റ് ബോക്സിൽ താഴ്ത്തു വരുന്ന നമ്മുടെ സുഹൃത്തുക്കൾ സി ട്രേഡേഴ്സിൻ്റെ ശിഷ്യന്മാരൊക്കെ പറഞ്ഞു ഇതിനകത്ത് വരുന്നത്. ഓക്കെ, സി ട്രേഡർ, ബി ട്രേഡറൊക്കെ വരുന്നു. എനിക്ക് ഇതിനകത്ത് കമൻറ്റോട്ട് വരും, ഇത് ഓഫ്ലൈൻ മാർക്കറ്റിൽ നിങ്ങൾ പറയും ഇങ്ങനെ കാണിക്കുക, അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക. എൻ്റെ പൊന്നു സുഹൃത്തെ, നിങ്ങൾ കമൻറ്റ്സൊക്കെ ഇടുന്നതിന് മുന്നേ നിങ്ങൾ വിചാരിക്കുക, ഇത് നിരവധി സുഹൃത്തുക്കൾ എന്നോട് കമൻറ്റ് ചെയ്ത് പറഞ്ഞതാണ് ഇതെങ്ങനെ നമുക്കൊരു ലൈവ് മാർക്കറ്റിൽ അപ്ലൈ ചെയ്യാം. ഞാൻ ഈ അപ്ലൈ ചെയ്യാവുന്നത് എനിക്ക് ലൈവ് മാർക്കറ്റിൽ നേരിട്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. കഴിഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അപ്പോൾ നിങ്ങൾ ഇതിനനുസരിച്ച് ട്രേഡ് എടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, നിങ്ങൾ കഴിഞ്ഞ 1 വർഷം, 2 വർഷം, 3 വർഷം ട്രേഡ് ചെയ്തിട്ട് ഇപ്പോഴും പ്രോഫിറ്റിലാവുന്നില്ല. നിങ്ങളിപ്പോഴും മഴവിൽ പോലത്തെ EMI ഇങ്ങനെ, ഒരു SMA ഇങ്ങനെ, 200 EMI ഇവിടെ, 50 EMI ഇങ്ങനെ, ഇച്ചിമോക്കിൻ്റെ ക്ലൗഡ് ഇവിടെ. ഓക്കെ, 48 സ്ട്രാറ്റജി ഇതെല്ലാം കൊണ്ട് നിങ്ങൾ ഇത്രയും നാൾ ട്രേഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരപ്പെടുന്നുണ്ടോ? നിങ്ങൾ നിരവധി യൂട്യൂബ് ചാനൽ തപ്പി, വി ചാനൽ തപ്പി, ടി ചാനൽ തപ്പി, ഡി ചാനൽ തപ്പി, ABCD ചാനൽ നിറയെ തപ്പി നടന്നു. നിങ്ങൾ ഹിന്ദിയിൽ പോയി, ഇംഗ്ലീഷിൽ പോയി, ഫോറക്സിൽ പോയി, ലോകത്തില്ലാത്ത എല്ലാത്തിനകത്തും പോയി, ബിറ്റ്കോയിൻ പോയി, ക്രിപ്റ്റോ പോയി, എതേറിയം പോയി. എന്തെങ്കിലും കാര്യം ഉണ്ടായോ? ഒന്നും ഉണ്ടാകത്തില്ല, ഒന്നും വർക്കാകത്തില്ല. മാർക്കറ്റ് സൈക്കോളജി മാത്രമേ വർക്കാവുള്ളൂ. മാർക്കറ്റ് എങ്ങനെ റീറ്റെയിലിനെ ട്രാപ്പ് ചെയ്യുന്നു അതിനനുസരിച്ച് മാത്രം മാർക്കറ്റ് മൂവ് ആവുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫേക്ക് ആയിട്ടുള്ള, അതായത് യൂസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങളുടെ പുറകെ പോകാതെ ജെന്യുവൻ ആയിട്ടുള്ള ആളുകളെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക, അവർ വീഡിയോസ്. നമുക്ക് അടുത്തൊരു എക്സാമ്പിളിലോട്ട് പോകാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യാം. അടുത്ത എക്സാമ്പിൾ
ഓക്കെ, ഇവിടെ തന്നെയുണ്ട്. ഓക്കെ, ഈ ഒരു മൂവ്, ഈ ഒരു ക്വിക്ക് മൂവ്. അപ്പോൾ നിങ്ങൾ ഇതിന് മുന്നേ ശ്രദ്ധിക്കുക, ഈ ഒരു മൂവ് വന്നതിൻ്റെ ഈ ഒരു ക്വിക്ക് മൂവ് കണ്ടില്ല, ഈ വന്ന മൂവിൻ്റെ സ്ട്രെങ്ത് കണ്ടോ? സ്ട്രെങ്ത് ഇവിടെ റീറ്റെയിലറിന് എൻട്രി എടുക്കാനുള്ള അവസരം കൊടുത്ത് ഇവിടെ വന്നിട്ട് എം പാറ്റേൺ ഉണ്ടാക്കിയാണോ വന്നത്, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഹെഡ് ആൻഡ് ഷോൾഡർ ഉണ്ടാക്കിയാണോ മാർക്കറ്റ് വന്നത്? ഇല്ല. മാർക്കറ്റ് ഒരിക്കലും അതിൻ്റെ സെല്ലിംഗ് എന്ന് പറയുന്നത് ചെറിയ 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 ഇങ്ങനെ കുഞ്ഞു 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 ഹാൻഡിൽസ് അല്ലല്ലോ വരുന്നത്. വരും ടക്ക് 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 എന്നുള്ള വീഴ്ചയായിരിക്കും വീഴുന്നത്. സോ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വീഴ്ചയിൽ ഒരിക്കലും ഒരു റീറ്റെയിലറുള്ള സെല്ലറിന് എൻട്രി എടുക്കാൻ അവസരം ഇവിടെ കൊടുക്കില്ല. ക്വിക്കായിട്ട് വീണോണ്ടിരിക്കുകയാണ്. അവിടെ ചാടിക്കയറി ഇപ്പോൾ ഇവിടെ നിന്ന് തിരിച്ച് മേളിലോട്ട് പോകും, ഇവിടെ നിന്ന് തിരിച്ച് മേളിൽ, അല്ലെങ്കിൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് സപ്പോർട്ട് ഉണ്ടാക്കട്ടെ, ഇങ്ങനെ വന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ എൻട്രി എടുക്കുക. അങ്ങനെ നോക്കിയിരിക്കുന്ന റീറ്റെയിലറിന് ഒരിക്കലും എൻട്രി എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഇത്രയും ഒരു പോയിന്റ്, അതായത് എത്ര പോയിന്റ് മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം ഉണ്ടോ, ഇത്രയും പോയിന്റ് നമ്മൾ ഏകദേശം 1000+ പോയിന്റ് മാർക്കറ്റ് താഴത്ത് വന്നു. അപ്പോൾ നമ്മൾ ഇവിടെ എങ്ങനെ നമുക്ക് ഇനി എൻട്രി എടുക്കാൻ പറ്റും? നമ്മൾ വെയിറ്റ് ചെയ്യും. ഓക്കെ, നമ്മുടെ അവസരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളെങ്ങനെ ഇവിടെ യൂസ് ചെയ്യുന്നത് ഫിബൊനാച്ചി ലെവൽ. ഓക്കെ, മാർക്കറ്റ് ഏത് ഏരിയയിലാണ് വന്ന് നിന്നത്? ഓക്കെ, ഇത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പാട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. മാർക്കറ്റ് ഇവിടെ നിന്ന് ഇവിടം വരെ വന്നു. അതൊരിക്കലും അതിന് 50% പോയി ഇവിടെ ടൈം പാസ് ചെയ്തു? ഇല്ല, ചെയ്യത്തില്ല. മാർക്കറ്റ് അതിനെ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ 23% അല്ലെങ്കിൽ 30% റെസ്പെക്ട് ചെയ്യും. മാർക്കറ്റ് ഒരു വട്ടം 23% പോയി താഴ്ത്തു വന്നു, ഒരു വട്ടം 23% പോയി താഴ്ത്തു വന്നു, ഒരു വട്ടം 23% പോയി താഴ്ത്തു വന്നു. അതിനുശേഷം ഒരു ബ്രേക്ക് ഔട്ടും തന്നു ആ ഏരിയയിൽ. അപ്പോൾ ബ്രേക്ക് ഔട്ട് ഈ ഏരിയയിൽ എന്താ പറയുക, ഒന്ന് വരച്ച് കാണിച്ചു തരാം. അതൊക്കെ എവിടെ പോയെന്തോ. ഓക്കെ, ഇതെങ്ങനെ വരച്ചു തരാം. അപ്പോൾ ഈ ഏരിയയിൽ ഒരു ബോക്സൊക്കെ വരച്ച് റെഡിയാണ്. അപ്പോൾ ഈ ഏരിയയിൽ നിറയെ ബയേഴ്സ് റെഡിയാണ്. ഈ ഒരു ഇത് വന്നോട്ടാ, ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആകട്ടെ. അവിടുന്ന് എൻ്റെ യൂട്യൂബിൽ ആശം പഠിപ്പിച്ചേക്കുന്നത് ഇങ്ങനെയാണ്, ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയാൽ ചടിക്കേറിയാൽ ബൈ ചെയ്തേക്കുക. നമ്മൾ ഇനി അവരുടെ ചിന്ത എന്താണെന്നറിയോ, ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങനെ മേലെ ഒരു 1000 പോയിന്റ് താഴ്ത്തു വന്നു, ഇനി ഒരു 1000 പോയിന്റ് മേലോട്ട് പോകും. 10 രൂപയുടെ OTM 10,000 ക്വാണ്ടിറ്റി വാങ്ങുക. അതാണ് അവരുടെ സ്ട്രാറ്റജി. അവരുടെ വിവാപ്പ് സ്ട്രാറ്റജി, സ്റ്റൊക്കാസ്റ്റിക് സ്ട്രാറ്റജി, RSI സ്ട്രാറ്റജി പഠിപ്പിച്ചിരിക്കുന്നത് ഇതാണ്. അല്ലെങ്കിൽ അവരുടെ ബോട്ട് ട്രേഡർ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഈ ഒരു ഏരിയയിൽ മൾട്ടിപ്പിൾ റെസിസ്റ്റൻസ്, ഇനി ബ്രേക്ക് ഔട്ട് ചാടിക്കറി എൻട്രി എടുത്തോ, കുടുംബം വിറ്റാണെങ്കിലും ഒരു 50,000 ക്വാണ്ടിറ്റി OTM വാങ്ങിക്കോ. ഇതാണ് അവരെ പഠിപ്പിച്ചിരിക്കുന്നത്. അവർ ചാടിക്കയറും ഇവിടെ ഈ ഏരിയയിൽ, അവർ 100% ചാടിക്കയറും. ബട്ട് നമ്മുടെ എൻട്രി അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. നമ്മൾ ഇവിടുന്ന് ഫിബൊനാച്ചി യൂസ് ചെയ്താണ് 23% നമ്മൾ ഓൾറെഡി നിൽക്കുന്നത്. ഓക്കെ, നമ്മൾ ഇവിടുന്ന് ഷോർട്ട് ചെയ്യും. നമ്മൾ ഈ ഏരിയയിൽ അല്ല, ഈ ഒരു ഏരിയയിൽ ഈ ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷമുള്ള ഈ ക്യാൻഡിലിൽ നമ്മൾ എൻട്രി എടുക്കും. ഞാൻ പറഞ്ഞില്ല, നമുക്ക് അധികമൊന്നും വേണ്ട. മാർക്കറ്റിന് ഒരു 35 പോയിൻറ്റ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയാൽ, 35 പോയിൻറ്റ് കൊടുക്കാനേ റെഡിയാകാവുള്ളൂ. 35 പോയിൻറ്റിൽ കൂടുതൽ ഒരു 50 പോയിൻറ്റ് 100 പോയിൻറ്റ് പ്രീമിയമാണ് ഉദ്ദേശിക്കുന്നത്. ചില സുഹൃത്തുക്കളുണ്ട് യൂട്യൂബിൽ 150 പോയിൻറ്റ് SL ആണ്, 150 പോയിൻറ്റ് പ്രീമിയം SL തരുന്നത് നമ്മുടെ മലയാളി സുഹൃത്തുണ്ട്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കോഴ്സിന് 25,000 രൂപയാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഒരു ദിവസത്തെ SL എന്ന് പറയുന്നത് 10 ലക്ഷമൊക്കെയാണ്. അത് എൻ്റെ ഒരു വർഷത്തെ എനിക്ക് കിട്ടുന്ന എന്താ പറയുക, ശമ്പളം പോലും ഉണ്ടാകത്തില്ല 10 ലക്ഷം. അദ്ദേഹത്തിൻ്റെ ഒരു ദിവസത്തെ SL ആണത്. അങ്ങനെയുള്ള ആളുകളുടെ അടുക്കൽ പോകുന്നത് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് ഒരിക്കലും നല്ലൊരു ട്രേഡിംഗ് പഠിപ്പിച്ചു തരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഏരിയയിൽ നിന്ന് എൻട്രി എടുത്ത് നിസ്സാർ 35 പോയിൻറ്റ് നമ്മൾ കൊടുത്തു. പക്ഷേ 35 പോയിൻറ്റിലോട്ട് മാർക്കറ്റ് തിരിച്ച് വന്നു, നമ്മുടെ എൻട്രിക്ക് ശേഷം വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ പറയുന്നത് ഇത് ലൈവ് മാർക്കറ്റ് എന്തുകൊണ്ട് പറയുന്നില്ല? ബ്രോ, ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇനി ലൈവ് മാർക്കറ്റ് ഇതൊക്കെ അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ആരും പറഞ്ഞു തരത്തില്ല. ഇതൊരു ഫ്രീ ഓഫ് കോസ്റ്റ് ഞാനിത് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഞാൻ ഇതേപോലെ കുറച്ച് കാര്യങ്ങൾ കുറച്ച് നാളുകളായി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ എന്താ പറയുക, ഫൈദ മീൻസ് എന്താ ഇന്ത്യയിലാണെങ്കിൽ പറഞ്ഞു. ഓക്കെ, അതിൻ്റെ ഒരു റിട്ടേൺ ഞാൻ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതേപോലെ എടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ പലതിൻ്റെയും പുറകെ പോയി നടന്നില്ല. അപ്പോൾ ഇതൊന്ന് ശ്രമിച്ച് നോക്ക്. ഓക്കെ, എത്ര പോയിൻറ്റോളം നമുക്ക് ക്യാച്ച് പറ്റി ഒന്ന് നോക്കി. നിയർലി 1000 പോയിൻറ്റ് താഴെ മാർക്കറ്റ് പോയി. നെക്സ്റ്റ് ഡേ ഗ്യാപ് ഡൗൺ തന്നു, കണ്ടിന്യൂ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അപ്പോൾ ഈ ഒരു 2-3 ഉദാഹരണം കൊണ്ട് തന്നെ വീഡിയോ വളരെ ലോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ഏകദേശം 2-3 എക്സാമ്പിൾ കൊണ്ട് തന്നെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ട്രെൻഡിങ് ഡേ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. ഇനി വോളറ്റൈൽ മാർക്കറ്റിൽ എങ്ങനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാം, വോളറ്റൈൽ 50% റൂൾ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ റിവേഴ്സൽ ട്രേഡ് എടുക്കാം, അതൊരു പാർട്ട് 2 വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനൊന്നും കൂടി ഒന്ന് പറഞ്ഞു തരാം. നിങ്ങൾക്ക് മാർക്കറ്റ് ഒരു ദൂരം പോകണമെങ്കിൽ, മാർക്കറ്റിന് ഒരു നല്ലൊരു ദൂരം പോകണമെന്നുണ്ടെങ്കിൽ അതിന് ആദ്യത്തെ മണിക്കൂറിലെ വലിയ ക്യാൻഡിൽസ് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് പോലെ ഗ്യാപ് ഡൗൺ തരികയാണെന്ന് വെച്ചു. മാർക്കറ്റ് ഗ്യാപ് ഡൗൺ തരികയാണ്, ഈ ഏരിയയിൽ ഗ്യാപ് ഡൗൺ തരികയെന്ന് വെച്ചു. ഇവിടെ ഓപ്പണായി മാർക്കറ്റ് ഇവിടുന്ന് ക്വിക്കായിട്ട് മുകളിലോട്ട് പോകും. ഇവിടെ ഒരിക്കലും വന്നിട്ട് ചെറിയ ക്യാൻഡിൽസ് ഉണ്ടാകത്തില്ല, ക്വിക്കായിട്ട് മുകളിലോട്ട് പോകും. അപ്പോൾ ഇങ്ങനെയുള്ള മാർക്കറ്റിൽ നമുക്ക് എങ്ങനെ നമ്മൾ എൻട്രി എടുക്കണം? ഇവിടെ നിന്ന് ചാടിക്കറി എൻട്രി എടുക്കരുത്. ഓക്കെ, ഇവിടെ ക്വിക്കായിട്ട് മുകളിലോട്ട് പോയാൽ ഈ പുൾ ബാക്കിൽ വന്ന് ചെറിയ ടൈം പാസ് ചെയ്യും. നമ്മൾ ഇവിടുന്ന് പിന്നെയും മുകളിലോട്ട് തന്നെ എൻട്രി എടുക്കണം. ഒരിക്കലും റിവേഴ്സൽ എൻട്രി ശ്രമിക്കരുത്. അതിനുവേണ്ടി നമ്മൾ ഫിബൊനാച്ചി യൂസ് ചെയ്യുക. ഇവിടുന്ന് ഇവിടെ വരെ ഫിബൊനാച്ചി ഇടുക. അതിൻ്റെ 23% എങ്ങനെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ 38% ടൈം പാസ് ചെയ്യുന്നുണ്ടോ, അവിടെയുള്ള ഓരോ പുൾ ബാക്കിലും നമുക്ക് എൻട്രി എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എൻ്റെ കഴിഞ്ഞ ദിവസത്തിൽ നിറയെ റിക്വസ്റ്റ് വന്നൊരു കണ്ടൻറ്റാണ് ഫിബൊനാച്ചി. അപ്പോൾ ഇതിനെ വെച്ച് ഞാനൊരു വീഡിയോ ഉണ്ടാക്കി. ഈ ഒരു വീഡിയോ മാത്രമല്ല, ഇതിന് നിറയെ വീഡിയോസ് ഇനിയും ഫിബൊനാച്ചിനെ കൊണ്ട് നിരവധി വീഡിയോസ് ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ
അതിനു മുന്നേ നിങ്ങൾ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രം നമ്മുടെ ചാനലിലെ റീച്ച് എങ്ങും എത്തുന്നില്ല, മറ്റുള്ളവരിലേക്ക് എത്തുന്നേയില്ല. നിരവധി മലയാളി സുഹൃത്തുക്കൾ ഇനിയും ബുദ്ധിമുട്ടിലായി നിൽക്കുന്നുണ്ട്. ഓക്കെ, അവരിലേക്ക് എത്തും വരെ 1K സബ്സ്ക്രൈബർ എന്ന് ആകും അന്നൊരു ടെലിഗ്രാം ചാനൽ തുടങ്ങുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ ഇതേപോലുള്ള കണ്ടൻറ്റ്, ജെന്യുവീൻ കണ്ടൻറ്റ്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻറ്റുമായി ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. നന്ദി, നമസ്കാരം.